ഞാനൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, തക്കാളി സവോളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടർ പുരട്ടിയിട്ട് ടോസ്റ്റ് ചെയ്യാം, ബട്ടർ പുരട്ടാതെ ടോസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ബട്ടർ പുരട്ടാതെയാണ് ടോസ്റ്റ് ചെയ്യുന്നത്. നല്ലോണം അപ്പുറം ഇപ്പുറം മറിച്ചിട്ടൊന്ന് നല്ലോണം മൊരിയിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം, കുറച്ച് മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് സവാള വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ തക്കാളി വെച്ച് കൊടുക്കുക. ഇത് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി, ഒരുപാടൊന്നും വേണ്ട, മൂക്കൊന്നും വേണ്ട. അപ്പുറം സൈഡും കൂടി ഒന്ന് കുറച്ചൊന്ന് ആയി കിട്ടിയേച്ചാൽ മതി. അപ്പോൾ തക്കാളി സവോളയൊക്കെ ഒന്ന് ഹാഫ് റോസ്റ്റ് ആയിട്ടുണ്ട്, അത് നമുക്കൊന്ന് എടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്, തക്കാളിയും സവോളയും ടോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. ബ്രെഡ് എടുത്ത് അതിനകത്ത് ബട്ടർ പുരട്ടുക, നിങ്ങളുടെ ആവശ്യത്തിന് ബട്ടർ പുരട്ടുക. അതിനുശേഷം തക്കാളി അരിഞ്ഞത്, സവാള, അരിഞ്ഞ് വയ്ക്കുക, കുറച്ച് കുരുമുളക് പൊടി ഇതറും അടച്ചു വയ്ക്കുക. അടുത്തത് അതുപോലെ എടുക്കുക, ബട്ടർ പുരട്ടുക, തക്കാളി സവാള വെക്കുക. കുരുമുളക് പൊടി ഓപ്ഷനിലാണ്. നമ്മുടെ സാൻഡ്വിച്ച് റെഡി.